അപ്പോൾ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു കപ്പങ്ങ, പിന്നെ നമ്മുടെ ലോങ് ബീൻസ്, നമ്മുടെ നീളം പയർ, പിന്നെ മാങ്ങ, പച്ചമാങ്ങ 2-3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 പാക്കറ്റ് പച്ചമാങ്ങ. ഇത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് ഒരു 3 എണ്ണം. പിന്നെ ഓറഞ്ച്, ആപ്പിള്. അടുത്ത പാക്കറ്റിൽ ഇത് മീനാണ്. ഇതിൻ്റെ അല്ല, മീനല്ല, മീൻതല, സാമൻ്റെ തലയാണിത്. പിന്നെ ഇത് ഫ്രോസൺ മീൻ മേടിച്ചതാണ്, നമ്മുടെ അയിലയാണ്. പിന്നെ ഇത് ഞണ്ട്, ഇത് ചത്ത ഞണ്ടാണത്. ചാവാത്ത ഞണ്ടിനെ സെപ്പറേറ്റ് ഒരു കവറിലാക്കി വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലത്തെ ചൂരമീൻ, ചൂരയാണ്. ഇതിനകത്ത് 2 പാക്കറ്റ് ചാള. ഇത് നമ്മുടെ കണവ സ്ക്വിഡ്, അങ്ങനെയല്ല പറഞ്ഞ സ്ക്വിഡ്, അതാണിത്. ഇത് ഒരെണ്ണം എടുത്തേക്കുന്നത്. ഇനി ഇത് ചെമ്മീൻ. പിന്നെ ഇതിൻ്റെ പേര് ബട്ടർ ഫിഷ് എന്നാണ്. മലയാളത്തിൽ എന്നിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല. ബട്ടർ ഫിഷ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ പേര് എന്നിട്ടായിരുന്നു ഇത് പൂമീൻ. 2 എണ്ണമാണ്. അപ്പം അത് ഇന്നത്തേക്ക് കറി വയ്ക്കാനായിട്ട് മാറ്റി. ഇത് നമ്മുടെ ജീവനുള്ള ഞണ്ടിനെ പിടിച്ചതാണ്. പിന്നെ ഒരു കുമ്പളങ്ങയല്ല, ഒരു ചെറിയ പീസ് കുമ്പളങ്ങ. പിന്നെ ബോട്ടി 1 പാക്കറ്റ്. ഇത് പോർക്കാണ്. ഇത് പോർക്കിൻ്റെ ഷോൾഡറാണോ അറിയില്ല. ഇത് പോർക്കാണത്. പോർക്ക് ഒരു 2-3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതും പോർക്കാണ്. പോർക്ക്, വീണ്ടും പോർക്ക്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ്റെ ഹാർട്ട്. ഇത് നമ്മുടെ ബീഫിൻ്റെ ഹാർട്ട്, അല്ല ബീഫ് ഹാർട്ട്. പിന്നെ 1 പാക്കറ്റ് പോർക്കും കൂടെ. പോർക്ക് ഷോൾഡറാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫ്രൂട്ട്സാണ്. പർമിസൺ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണത്. പിന്നെ ഇത് മാങ്ങ, ഇത് കടച്ചക്ക. ഇത് നമ്മുടെ ചെറുപഴത്തിൻ്റെ തന്നെ പച്ചയാണിത്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പഴുത്ത് കിട്ടും നമുക്ക്. പിന്നെ വേറൊരു പപ്പായ. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലോസ് ആണത്. മാംഗോൻ്റെ ജെല്ലോയും മിക്സഡ് ഫ്രൂട്ട് ജെല്ലോ ആണത്. പിന്നെ ഡ്രൈ മാംഗോ സ്ലൈസസ്. ഇത് പഴുത്ത മാങ്ങ. നമ്മുടെ കൊടപ്പൻ 2 എണ്ണം 1 പാക്കറ്റിൽ. ഇതിൻ്റെ പേര് മാംഗോ ജ്യൂസ് സോഫ്റ്റ് ക്യാൻഡി, അതാണിത്.
പിന്നെ ഇത് നമ്മുടെ ക്രൊസൻറ്റ്, പിന്നെ ഇത് ഈ ചൈനീസിൻ്റെ റൈസ് ക്രാക്കേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ ബേക്കറി ഐറ്റംസ് എന്നുള്ള ഒരു പേര് എന്നിട്ടോ പേരറിയില്ല, ഒരു കൈൻഡ് ഓഫ് ബണ്ണ്. ഇത് സ്വിസ് റോള്. ഈ സ്വിസ് റോളിന് ഇതിൻ്റെ അകത്തെ ക്രീമിന് വലിയ മധുരമില്ലാത്ത ഒരു ടൈപ്പ് ക്രീമാണ്. പിന്നെ അവർ പറഞ്ഞ ഡേറ്റ് തന്നെ തിന്നു തീർക്കണം, അല്ലെങ്കിൽ ഇത് ഫുള്ള് പൂത്തു പോകും. ഇതിനാകെ 4 ദിവസമാണ് ഡേറ്റുള്ളൂ. പിന്നെ ഇത് ഡിന്നർ റോൾസ്, പിന്നെ ഒരു വാട്ടർ മെലണും കൂടെ. ഇത് ചോക്കോ കേക്ക്, പിന്നെ ചോക്ലേറ്റ് ചിപ്പ് കുക്കി. നമ്മുടെ ലാസ്റ്റ് സെറ്റ് സാധനങ്ങളാണിത്. അത് ചിക്കൻ ഗിസാൾസ്, പിന്നെ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക്, ഒരു ഡ്രം സ്റ്റിക്കും കൂടെ, ചിക്കൻ തൈയുടെ പാർട്ട്, പിന്നെ ഒരു ചിക്കൻ തൈയുടെ പാർട്ടും കൂടെ. ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇതിന്. അപ്പം നമ്മൾ ഇത്രയും സാധനത്തിന് നമുക്ക് വന്നേക്കുന്നത് $279, ഓൾമോസ്റ്റ് ഒരു $280. ഒരു 1.25 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ലാഭമാണ്. ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭമാണ് മീറ്റും ഫിഷും അവിടെ പോയിട്ട് മേടിക്കാനായിട്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇതിൽ മീറ്റും ഫിഷും ഒരു 1.5-2 മാസത്തിനടുത്ത് നിൽക്കും നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തായാലും പെട്ടെന്ന് തീരും. പിന്നെ ബേക്കറി ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ രീതി നമ്മൾ ആ എക്സ്പയറി ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ കഴിച്ച് തീർക്കണം. കാരണം അതവർ ഫ്രഷായിട്ട് അവിടെ ഉണ്ടാക്കുന്നതാണ്. അതിനുള്ളിൽ കഴിച്ച് തീർത്തില്ലെങ്കിൽ അത് ചീത്തയായി പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ ബേക്കറി ഐറ്റംസ് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഈ ഫിഷും മീറ്റിൻ്റെ ഐറ്റം മേടിക്കാനാണ്. മെയിനായിട്ട് പോർക്ക്, അത് ആ തൊലിയുള്ള പോർക്ക് അവിടെ മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.